പലവിധമായ പ്രശ്നങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മക്കളെ സ്വർഗത്തിലെ ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. സ്നേഹവന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, എന്റെ അനുഭവത്തിൽ നിന്ന് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ദൈവത്തോട് കണ്ണുനീരോടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇതെന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയത്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും ദൈവം അറിഞ്ഞിട്ടേ സംഭവിക്കുകയുള്ളൂ. ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളം കൊണ്ട് ദൈവസന്നിധിയിൽ അധികം നീറുന്ന ഒരു വേദന, ആന്തരിക മുറിവ് നമുക്കാർക്കും ഉണക്കുവാൻ കഴിയുകയില്ല. അത് സർവശക്തനായ യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അന്നത്തെ വൈകുന്നേരം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടത്തുവാനിട വന്നു. അതിൽ ദൈവദാസൻ ഈ വചനം ഇങ്ങനെ പറയുവാനിട വന്നു. ദൈവം തന്ന വചനമാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, ചില പരീക്ഷകളൊക്കെയും ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചില കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് ദൈവം അറിയാതെ അല്ല, സകലതും ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നാം ഓരോരുത്തരും മറ്റുള്ളവരോട്, മനുഷ്യരോട് പറയുകയാണെങ്കിൽ അവർ ഒരു വേള ദുഃഖത്തോടെ വേദനയോടെ അപ്പോൾ കേട്ടിട്ട് പിന്നത്തേതിൽ മറ്റുള്ളവരോട് പറയുവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് പറയുവാനുള്ള സാധ്യത ഏറെയുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ ഒരിക്കലും ദൈവം കുറ്റം പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് ചിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ വേദന ദൈവവുമായി പങ്കുവെച്ചാൽ ദൈവം നമുക്ക് ഒരു മറുപടി തരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. അത് യേശു കർത്താവ് തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കും. പലപ്പോഴും പരീക്ഷകൾ, പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, വേദനകൾ വരുമ്പോഴും നമുക്ക് സഹിക്കുന്നതിനും അപ്പുറമെന്ന് തോന്നിയാലും ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തരുന്ന സഹിക്കാവുന്നത് മാത്രമേ നമുക്ക് തരികയുള്ളൂ എന്ന്. അതെ, ഇങ്ങനെ പരീക്ഷ, വേദന, നമ്മുടെ ദുഃഖം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.